നമസ്കാരം. കേരളക്കരയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ നീണ്ടകരയിലെ ആ വള്ളം മറിഞ്ഞ അപകടത്തിൽ കാണാതായ ഗൗതമിനായി നമ്മൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ആ തിരച്ചിൽ ദൗത്യത്തിന് വലിയൊരു കൈത്താങ്ങുമായി എത്തിയത് മാതാ അമൃതാനന്ദമയി മഠം. നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഹെലികോപ്റ്ററുകൾക്ക് അടിയന്തരമായി ലാൻഡ് ചെയ്യുവാൻ കൊല്ലം അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ അത്ഭുത ഹെലിപ്പാഡ് ഒരുങ്ങിയത്. കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും കൊല്ലം ജില്ലാ കളക്ടറുടെയും അടിയന്തര അഭ്യർത്ഥന മാനിച്ചാണ് മാതാ അമൃതാനന്ദമയി ഇതിനാണ് കർശന നിർദ്ദേശം നൽകിയത്. മഠത്തിലെയും അമൃത സർവകലാശാലയിലും ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ അധ്വാനിച്ചു. പ്രാദേശിക കരാറുകാരിൽ നിന്ന് അതിവേഗം ഇന്റർലോക്കുകളും മറ്റ് അത്യാധുനിക ഉപകരണങ്ങളും ആശ്രമത്തിന്റെ സ്വന്തം വാഹനത്തിൽ എത്തിച്ചായിരുന്നു ഈ മഹാദൗത്യം. തുടർന്ന് കൃത്യം രാവിലെ 10 മണിയോടെ ഹെലിപ്പാഡ് നിർമ്മാണം പൂർത്തിയാക്കി നാവികസേനയ്ക്ക് ഔദ്യോഗികമായി കൈമാറുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഈ പുതിയ ഹെലിപ്പാഡ് വലിയൊരു നിർണായക ഘട്ടമാകും. ഈ രക്ഷാദൌത്യത്തിന് പിന്നാലെ കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മ രശ്മി ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ വേദനയോടെ ഏതറ്റം വരെയും പോകും ആ മകനെ തിരികെ കൊണ്ടുവരുമെന്ന ഉറപ്പാണ് സുരേഷ് ഗോപി നൽകിയത്. ഇതിന് പിന്നാലെ ഇദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് മലയാളി മനസ്സിനെയൊക്കെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. എന്റെ മകനെ കണ്ടെത്താൻ സാർ എന്നെ സ്വന്തം പെങ്ങളായി കരുതി ഒപ്പമുണ്ടാകണമെന്ന ആ അമ്മ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ തന്നിലെ ജനപ്രതിനിധിയെയും സഹോദരനെയും പിടിച്ചുലച്ചുവെന്നാണ് സുരേഷ് ഗോപി കുറിച്ചത്. എന്റെ സ്വന്തം പെങ്ങളായി കരുതിയിരിക്കുന്നു ഈ ചേട്ടൻ, നിങ്ങളുടെ കൂടെ തന്നെ കാണും. ആ മകനെ തിരികെ കൊണ്ടുവരുവാൻ ഏതറ്റം വരെയും ഞാൻ പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അപകടം നടന്നത് മുതൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീണ്ടകരയിൽ ജൂലൈ 31-ന് 14 പേരുമായി പോയ വള്ളം മറിഞ്ഞാണ് പുതുന്തുറ സ്വദേശിയായ ഗൗതം കൃഷ്ണ കടലിൽ കാണാതാവുന്നത്. എന്നാൽ വിധി ഈ കുടുംബത്തോട് കളിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. കടലിലേക്ക് ജോലിക്ക് പോയി ജീവൻ നഷ്ടപ്പെടുകയോ കാണാതാവുകയും ചെയ്യുന്ന മൂന്നാമത്തെ തലമുറയാണ് ഗൗതം കൃഷ്ണൻ എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇതേ കടലിന്റെ അടിയൊഴുക്കിൽപ്പെട്ടാണ് ഗൗതമിന്റെ മുത്തശ്ശൻ മരണപ്പെട്ടത്. ആ ആഘാതത്തിൽ നിന്നും കുടുംബം കരകയറും മുൻപാണ് സമാനമായ ഈ ഒരു ദുരന്തത്തിൽ ഗൗതമിന്റെ അച്ഛൻ രാധാകൃഷ്ണനെയും കടലമ കവർന്നത്. ഇപ്പോൾ ആ കുടുംബത്തിന്റെ ഏക അത്താണിയായ കുടുംബം പുലർത്താൻ കടലിലേക്ക് ഇറങ്ങിയ മകൻ ഗൗതമിനെയും കടൽ കൊണ്ടുപോയി. വിഴിഞ്ഞത്തു നിന്നും വികാരനിർഭരമായ റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. വിഴിഞ്ഞത്ത് കടലിൽ പോയി കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ കുടുംബത്തെ തേടി ഒടുവിൽ 11-ാം നാൾ സംസ്ഥാന ഭരണകൂടത്തിന്റെ ഉയർന്ന പ്രതിനിധികൾ എത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂറും ഒപ്പം കോവളം MLA M വിൻസെന്റും സംയുക്തമായിട്ടാണ് ജോണിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. അപകടം നടന്ന ഇത്രയും ദിവസമായിട്ടും ഫിഷറീസ് മന്ത്രി ആദ്യമായാണ് ഈ കുടുംബത്തെ കാണാൻ എത്തുന്നത്. ഇതിൽ തീരദേശത്ത് നേരിയ പ്രതിഷേധവും നിലനിന്നിരുന്നു. സന്ദർശനത്തിനിടയിൽ മന്ത്രിമാരുടെ മുന്നിൽ ജോണിന്റെ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം കണ്ണു നിറച്ചു. പപ്പ തിരിച്ചു വരും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കടലിൽ ജോലിക്ക് പോകുന്നവരെ കാത്ത് വീട്ടിലിരിക്കുന്നവർക്ക് സമാധാനമായി ഇരിക്കാൻ കഴിയണം. ഞങ്ങളുടെ സങ്കടം കൊണ്ടാണ് പ്രതികരിക്കുന്നത്, അല്ലാതെ ഇതിൽ രാഷ്ട്രീയമില്ല എന്നായിരുന്നു ആ മകന്റെ തുറന്നു പറച്ചിൽ. കുടുംബത്തിന്റെ സങ്കടം കേട്ട ശേഷം അതീവ ഗൗരവത്തോടെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അവർക്ക് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട ജീവനാണെന്നും അവേദനയിൽ പങ്കുചേരുന്നതായും അദ്ദേഹം അറിയിച്ചു. തിരച്ചിൽ ശക്തമായി തുടരുമെന്നും സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നുമാണ് അദ്ദേഹം ഉറപ്പ് നൽകിയത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് നിലവിൽ തിരച്ചിൽ വൈകിക്കുന്നതിന് കാരണമെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിച്ച് അടിയന്തരമായി പരിഹരിക്കുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. തുടർന്ന് വലിയ പ്രഖ്യാപനങ്ങളാണ് ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ നടത്തിയത്. കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായാൽ മിനിറ്റുകൾക്കകം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് ഒരു പുതിയ ഔദ്യോഗിക മാർഗരേഖ ഉടൻ പുറത്തിറക്കും. കൂടാതെ ഫിഷറീസ് വകുപ്പിനെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുമെന്നും ഉപഗ്രഹ സംവിധാനങ്ങൾ വഴി കാലാവസ്ഥ പ്രവചനങ്ങളും മുന്നറിയിപ്പ് സംവിധാനങ്ങളും അടിമുടി മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിനിടെ വിഴിഞ്ഞം മുതലപ്പുഴി നീണ്ടകര തീരങ്ങളിലായി കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കുള്ള രക്ഷാദൌത്യം ഇന്ന് 11-ാം ദിവസവും ശക്തമായി തുടരുകയാണ്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം മുതലപ്പുഴി തീരങ്ങളിൽ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS കൽപ്പേനി നേരിട്ടാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അത്യാധുനിക സോനാർ സാങ്കേതികവിദ്യയും പ്രൊഫഷണൽ സ്കൂബ ഡൈവിംഗ് സംഘത്തെയും ഉപയോഗിച്ചുകൊണ്ടാണ് കപ്പൽ പരിശോധന നടത്തുന്നത്. ഇതേസമയം കൊല്ലം നീണ്ടകരയിൽ ഗൗതമിന് വേണ്ടിയുള്ള തിരച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ പ്രത്യേക യാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് കൊച്ചിയിൽ നിന്നുള്ള ഡൈവിംഗ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. അടിയൊഴുക്കുകൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും ഒട്ടും പ്രതീക്ഷ കൈവിടാതെയാണ് സൈന്യത്തിന്റെ ഈ സംയുക്ത നീക്കം. തുടർച്ചയായ ദുരന്തങ്ങൾ ഉണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകാത്തതാണ് തീരദേശത്ത് ഇത്രയും വലിയ ജനരോഷത്തിന് കാരണമായത്.
ഗൗതമിന്റെ അമ്മ രേഷ്മയും ഷിജിന്റെ കുടുംബവും തീരദേശ റോഡുകളിൽ മണിക്കൂറുകളോളം ഇരുന്ന് പ്രതിഷേധിച്ചതിനു ശേഷമാണ് സൈന്യത്തെ ഇറക്കാൻ പോലും സർക്കാർ തയ്യാറായത്. സ്വന്തം ചോരയെ തിരിഞ്ഞു നോക്കാൻ പോലും അനുമതികൾക്കായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന വ്യവസ്ഥിതിക്കെതിരെയാണ് തീരദേശം ഒന്നടങ്കം വിരൽ ചൂടുന്നത്. തിരുവനന്തപുരത്തെ മുതലപ്പുഴി ഹാർബർ ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിരം മരണക്കെണിയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ മാത്രം മുതലപ്പുഴി പൊഴിമുഖത്ത് വള്ളം മറിഞ്ഞ് 60-ലധികം മത്സ്യത്തൊഴിലാളികളാണ് മരണപ്പെട്ടത്. ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താതെ ഹാർബർ നിർമ്മിച്ചതുമൂലം രൂപപ്പെട്ട കടുത്ത അടിയൊഴുക്കുകളും മണൽത്തിട്ടകളുമാണ് ഈ അപകടങ്ങൾക്ക് കാരണമായി മാറുന്നത്. ഓരോ അപകടം ഉണ്ടാകുമ്പോഴും താൽക്കാലിക പ്രഖ്യാപനങ്ങൾക്കപ്പുറം ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സർക്കാരുകൾ തയ്യാറാകുന്നില്ല എന്ന കടുത്ത യാഥാർത്ഥ്യമാണ് തീരദേശവാസികൾ വിതുമ്പലോട് പങ്കുവെക്കുന്നത്. ഒരു വശത്ത് വിദേശ രാജ്യങ്ങളിൽ കടലിൽ അപകടമുണ്ടായ മിനിറ്റുകൾക്കകം ഡ്രോണുകളും അത്യാധുനിക സോണാർ തരംഗങ്ങളും ഉപയോഗിച്ച് മനുഷ്യരെ കണ്ടെത്തുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും പരമ്പരാഗത രീതിയിലാണ് തിരച്ചിൽ തുടരുന്നത്. കോടികൾ മുടക്കി സർക്കാർ വാങ്ങിയ പ്രതീക്ഷ, കരുണ തുടങ്ങിയ മറൈൻ ആംബുലൻസുകൾ പലപ്പോഴും ഇന്ധനമില്ലാതെയും കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെയും തീരത്ത് കട്ടപ്പുറത്താണെന്ന ഗുരുതര ആരോപണവും നിലനിൽക്കുകയാണ്. കടലിലെ അടിയൊഴുക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക വെസലുകളോ രാത്രികാലങ്ങളിൽ തിരച്ചിൽ നടത്താൻ സഹായിക്കുന്ന ഇൻഫ്രാറെഡ് ക്യാമറകളോ നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് കൃത്യമായ സമയത്ത് ലഭ്യമാകുന്നില്ല. ഭരണകൂടത്തിന്റെ ഈ സാങ്കേതിക പിന്നോക്കാവസ്ഥ കൂടിയാണ് 11 ദിവസമായിട്ടും നമ്മുടെ സഹോദരങ്ങളെ കണ്ടെത്താൻ കഴിയാത്തതിന് പിന്നിലെ പ്രധാന കാരണം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ നിർമ്മാണത്തോടെ തീരത്തെ കടലാക്രമണങ്ങളും അടിയൊഴുക്കുകളും വർദ്ധിച്ചതായി വലിയൊരു വിഭാഗം വിദഗ്ധരും മത്സ്യത്തൊഴിലാളികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വൻകിട കപ്പൽ ചാലുകൾ രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക മാറ്റങ്ങൾ ചെറുതോണി വഴിയുള്ള പരമ്പരാഗത മത്സ്യബന്ധന ബോട്ടുകളെ കടുത്ത അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത്. വികസനങ്ങൾ വരുമ്പോൾ അതിന്റെ ഗുണോപഭോക്താക്കളാകേണ്ട തീരദേശ ജനത ഇന്ന് സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഓരോ ദിവസവും കടലിലേക്ക് വഞ്ചിയിറക്കുന്നത്. ഗൗതമിനും ജോണിനും സംഭവിച്ച ദുരന്തം ഇനിയൊരു മത്സ്യത്തൊഴിലാളികൾക്കും ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നിയമനിർമ്മാണവും തീരദേശ സംരക്ഷണവും അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട്.